لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. نعم سرى الطيف من أهوى فأرقني والحب يعترض اللذات بالآلام يا لائمي في الهوى العذري معذرة مني إليك ولو أنصفت لم تلومي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد اللهم صل وسلم وبارك عليه. കവി തൻ്റെ മുമ്പിലുള്ള കാമുകന് സ്നേഹമുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ, വ്യക്തവും ശക്തവുമായ ഒരുപാട് തെളിവുകൾ സമർത്ഥിച്ചപ്പോൾ അവരുടെ മുമ്പിൽ, കവിയുടെ മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ, സ്നേഹം മറച്ചു വെക്കാൻ കഴിയാതെ കാമുകൻ കുടുങ്ങുകയാണ്. ഇപ്പോൾ പറയേണ്ടി വരികയാണ്, സമ്മതിക്കേണ്ടി വരികയാണ്. അങ്ങനെ സമ്മതിക്കുന്നു. നഅം, അതെ, എനിക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ നിരത്തിയ തെളിവുകളൊക്കെയും സത്യമാണ്. കണ്ണിൽ നിന്ന് രക്തം കലർന്ന കണ്ണീർ, അത് ഒലിച്ചതായ ആ 2 വരകൾ, അതേപോലെ മുഖമാകെ വിളറിയത്, മഞ്ഞളിപ്പ് വന്നത്, ശരീരമാകെ മെലിഞ്ഞത്, ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്. ശരിക്കുറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ആനന്ദിക്കാനോ ഒന്നും എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ മെഹബൂബിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. എന്നിട്ട് കാരണം പറയുന്നു. നഅം സറാ ത്വയ്ഫു മൻ അഹ്വാ. സറാ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വരുന്നു. ത്വയ്ഫു മൻ അഹ്വാ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആ ആൾരൂപം, ആ സ്വരൂപം, അവരുടെ ആ ഭാവനാ ചിത്രം എൻ്റെ മുമ്പിൽ വരികയാണ്. അങ്ങനെ ആ സമയത്ത് എൻ്റെ ഉറക്കം കെടുത്തുന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു. ഉണർന്നു നോക്കുമ്പോഴോ ആരെയും കാണാനില്ല. വീണ്ടും ഞാൻ ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഉറക്ക് വരുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ചിന്തകൾ വരുന്നു. അവർ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ ഞെട്ടി ഉണരുന്നു, പക്ഷെ ആരെയും കാണുന്നില്ല. ഇങ്ങനെ എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നിട്ടൊരു പൊതു നിയമം പറയുകയാണ്. വൽ ഹുബ്ബു യഅ്തരിളുൽ ലദ്ദാതി ബിൽ അലമി. വൽ ഹുബ്ബു, പ്രിയം, സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഹൃദയാന്തർഭാഗത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രകൃതിപരമായ പ്രതിഭാസമാണ് സ്നേഹം, പ്രിയം. ആ സ്നേഹം യഅ്തരിളുൽ ലദ്ദാതി ബിൽ അലമി. യഅ്തരിളു, അത് വിലങ്ങുതടിയാകും, ഇടങ്കോലിടും, തടസ്സം സൃഷ്ടിക്കും. അല്ലദ്ദാത്തി, സുഖങ്ങൾക്ക്, രസങ്ങൾക്ക്, ആനന്ദത്തിന്, അനുഭൂതിക്ക്, അതിനിത് വിലങ്ങുതടിയാകും. ബിൽ അലമി, വേദനകളെ കൊണ്ട്. ഒരാൾക്ക് സ്നേഹമങ്ങ് കൂടിക്കൂടി, സ്നേഹം അവൻ്റെ തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വല്ലാത്തൊരവസ്ഥയായിരിക്കും. അവൻ്റെ മുമ്പിൽ കാണുന്നതൊക്കെ അവൻ്റെ മെഹബൂബായിരിക്കും. അവൻ കേൾക്കുന്നതൊക്കെ അവൻ്റെ മെഹബൂബിനെ കുറിച്ചാണെന്ന് തോന്നും.
ഭക്ഷണം കഴിച്ചാൽ അതിന് രസമുണ്ടാവുകയില്ല, വെള്ളം കുടിക്കുന്നതിന് രുചിയുണ്ടാവുകയില്ല. ഭക്ഷണത്തിൽ എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവനറിയില്ല. കഞ്ഞിയിൽ ഉപ്പുണ്ടോ എന്നു തിരിയില്ല, ചായയിൽ മധുരമുണ്ടോ എന്നറിയില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയായിരിക്കും. സ്നേഹം കൂടിക്കൂടി അതിൻ്റെ അങ്ങേയറ്റത്തെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നമ്മെ പെടുത്തട്ടെ. ഈ വരിക്ക് ഒരു പ്രത്യേകത ബാജൂരിലൊക്കെ കാണാൻ സാധിക്കും. രാത്രി ഇശാ നിസ്കരിച്ചതിന് ശേഷം ഉറക്കം അവന് കീഴടക്കുന്നത് വരെ, ഉറക്കം വരുന്നത് വരെ ഇത് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവന് സ്വപ്നം കാണാൻ സാധിക്കും എന്ന് ഈ വരിയുടെ മഹത്വത്തിൽ പറയുന്നത് കാണാം. അന്നമൻ കററഹു, ആരെങ്കിലും ഈ ബൈത്തിനെ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിയാൽ ബഅദ സ്വലാത്തിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിയാൽ ഫഇന്നഹു യറൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമിഹി ഇൻഷാ അല്ലാഹ്, അവന് സ്വപ്നത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. അപ്പം അങ്ങനെ മഹത്വമുള്ള ഒരു വഴിയാണ്. നഅം സറാ ത്വയ്ഫു മൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅ്തരിദുൽ ലദ്ദാതി ബിൽ അലമി. അപ്പോൾ ഇങ്ങനെ സ്നേഹമുണ്ട് എന്ന് സമ്മതിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഇത്രയും വലിയ സ്നേഹം തിന്നുന്നില്ല, കുടിക്കുന്നില്ല, കുടിക്കാൻ വേണ്ട, തിന്നാൻ വേണ്ട, രുചി അറിയുന്നില്ല, ഉറക്കം വരുന്നില്ല, ഇങ്ങനത്തെ ഒരു സ്നേഹം സമ്മതിക്കുമ്പോൾ സ്വാഭാവികമായി ചോദ്യകർത്താവ് ചോദിക്കും, ഇതെന്തൊരു സ്നേഹമാണ്, ഇതെന്തൊരു തേങ്ങാപ്പിണ്ണാക്കിലെ സ്നേഹമാണ് എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് എതിർത്തുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ടാണ് അടുത്ത വരിയിൽ പറയുന്നത്, യാ ലാഇമി ഫിൽ ഹബൽ ഉദ്രിയി മഅ്ദിറതം മിന്നി ഇലൈക വലൗ അൻസഫ്ത ലം തലുമി. യാ ലാഇമി, ഈ സാധുവിനെ, ഈ പാപത്തിനെ ആക്ഷേപിക്കുന്നവനെ, കാരണം ഞാൻ ഈ രൂപത്തിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ഉറക്കമില്ല, ആകെ പ്രയാസപ്പെട്ട് ഇങ്ങനെ നിൽക്കുക, അങ്ങനെ തന്നെ ആക്ഷേപിക്കുന്നവനെ, ഫിൽ ഹബൽ ഉദ്രിയ ഗ്രേഡിലെത്തിയ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ. യമനിലുള്ള ഒരു ഗോത്രമാണ് ബനു ഉദറ. അപ്പോൾ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ അവർ വലിയ കേളികേട്ടവരാണ്. സ്നേഹത്തിന് വേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും അവർ സ്നേഹത്തിൻ്റെ പേരിൽ ചിലവഴിക്കും, എന്ത് വേണമെങ്കിലും സഹിക്കും, ഏതറ്റം വരെ വേണമെങ്കിലും അവർ പോകും. അഥവാ ഹൃദയത്തിൽ രൂഢമൂലമായ സ്നേഹമാണ് അവരുടെ സ്നേഹം, കലർപ്പില്ലാത്ത സ്നേഹം, കാപട്യമില്ലാത്ത സ്നേഹം. നമ്മളൊക്കെ ചിലപ്പം സ്നേഹമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അഭിനയിക്കും, തൻ്റെ ഉസ്താദിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഉമ്മയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഉപ്പയുടെ മുമ്പിൽ, അല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ, അല്ലെങ്കിൽ സ്നേഹിതൻ്റെ മുമ്പിൽ. ഇങ്ങനെയൊക്കെ അനുഭവിക്കാറുണ്ട്, നാം അഭിനയിക്കാറുണ്ട്. എന്നാൽ ബനു ഉദറത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല. സ്നേഹത്തിൻ്റെ പേരിൽ ഹൃദയം പറിച്ചു കൊടുക്കാൻ അവർ തയ്യാറാണ്, സ്നേഹത്തിൻ്റെ പേരിൽ മരിക്കാൻ വരെ അവർ തയ്യാറാണ്. അത്രയും സ്നേഹത്തിൻ്റെ വിഷയത്തിൽ കേളികേട്ട ഒരു ഗോത്രമാണ് ഉദ്രിയ ഗോത്രം. അപ്പോൾ നമ്മുടെ അനുരാഗി പറയുന്നത്, എൻ്റെ സ്നേഹം ആ ഗോത്രക്കാരുടെ സ്നേഹം പോലത്തെ സ്നേഹമാണ് എൻ്റെ സ്നേഹം. അതുകൊണ്ട് അതൊരിക്കലും അദ്ദേഹത്തിൽ നിന്ന് പറിച്ചു ഒഴിവാക്കാൻ സാധ്യമല്ല.
പിഴുതെറിയാൻ സാധ്യമല്ല. ആ സ്നേഹം ഒരിക്കലും മാറുകയില്ല. അതിനെ ആക്ഷേപിച്ചിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ സ്നേഹത്തിൽ എന്നെ ആക്ഷേപിക്കുന്നവനെ മഅ്ദറത്തൻ മിന്നി ഇലൈക, നിന്നോട് ഞാൻ ഉദ്ർ ബോധിപ്പിക്കുകയാണ്, നിന്നോട് ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. എന്നെ ആക്ഷേപിക്കരുതേ എന്ന് ഞാൻ പറയുകയാണ്. വലൗ അൻസഫ്ത ലം തലുമി, നീ നിഷ്പക്ഷമായി ചിന്തിച്ചിരുന്നെങ്കിൽ, അഥവാ പക്ഷപാതത്തോടുകൂടെയല്ലാതെ നിഷ്പക്ഷമായി ചിന്തിച്ചിരുന്നെങ്കിൽ, എൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കി അങ്ങനെ നീ ചിന്തിച്ചാൽ നീ എന്നെ ആക്ഷേപിക്കുമായിരുന്നില്ല എന്നാണ് ഈ വരിയുടെ അർത്ഥം. അപ്പോൾ കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ, ഏത് വലിയ വലിയ ആളുകളെ നാം പരിശോധിച്ചാലും, ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഉസ്താദുമാരെയൊക്കെ നാം നിരീക്ഷിച്ചാലും, സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെപ്പോലുള്ള മരണപ്പെട്ടുപോയ ഔലിയാക്കളെ കുറിച്ച് നാം പഠിച്ചാലുമൊക്കെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർക്കൊക്കെ വലിയ സ്നേഹമായിരുന്നു. അതിനൊക്കെ പല ഉദാഹരണങ്ങളുമുണ്ട്. പക്ഷെ അദ്ദേഹം അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തി മരണം വരെ അവിടുത്തെ സുന്നത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.